സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 50,000 രൂപ പേഴ്സണൽ ലോൺ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വീട്ടമ്മയെ സംഘം ഏറ്റുമാനൂരിലേക്ക് വിളിച്ചു വരുത്തി. സംഘത്തിലെ വിദ്യ വീട്ടമ്മയുടെ ആധാർ കാർഡും പാൻ കാർഡും വാങ്ങിയ ശേഷം വീട്ടമ്മയ്ക്കൊപ്പം ബസ് സ്റ്റാൻഡിന് സമീപത്തെ മൊബൈൽ ഷോപ്പിലെത്തി. ഇവിടെ കാത്തു നിന്നിരുന്ന ഹരീന്ദർ ജോഷി പാൻ കാർഡും ആധാർ കാർഡും വിദ്യയിൽ നിന്ന് വാങ്ങിയ ശേഷം വീട്ടമ്മയുടെ പേരിൽ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 1.58 ലക്ഷം രൂപ ലോൺ പാസ്സാക്കിയെടുക്കുകയായിരുന്നു. 50,000 രൂപയെ തനിക്ക് ആവശ്യമുള്ളൂ എന്ന് വീട്ടമ്മ അറിയിച്ചു. മൊബൈൽ ഷോപ്പിൽ നിന്ന് വീട്ടമ്മയുടെ പേരിൽ സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം അത് മറിച്ച് വിറ്റ് 50,000 രൂപ നൽകാമെന്നും ബാക്കി തുകയുടെ തിരിച്ചടവ് തങ്ങൾ അടച്ചു കൊള്ളാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ലോൺ തുകയ്ക്ക് മൊബൈൽ ഷോപ്പിൽ നിന്ന് 74,900 രൂപയുടെ മൊബൈൽ ഫോണും 24,900 രൂപയുടെ എയർപോഡും ഇവർ വാങ്ങി. ഈ സാധനങ്ങൾ കാരാപ്പുഴ സ്വദേശിയായ അമലിനെ ഏൽപ്പിച്ചു. അമൽ ഇത് മനോയ്ക്ക് മറിച്ച് വിൽക്കുകയായിരുന്നു. പിന്നീട് സംഘം വീട്ടമ്മയ്ക്ക് 50,000 രൂപ നൽകാതെ കടന്നു. വീട്ടമ്മയുടെ പേരിലുള്ള വായ്പ തിരിച്ചടയ്ക്കാതെയും വീട്ടമ്മയെ കബളിപ്പിച്ചുവെന്ന് പോലീസ് പറഞ്ഞു.